ഞങ്ങളൊരു സോയ ചങ്ങ കൊണ്ടുള്ള ഒരു ഒരു പുരട്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി വയ്ക്കും പോലെ ചിക്കൻ പുരട്ടെടുക്കും പോലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തതാണ് ഈ സാധനം. നമ്മൾ ചിക്കൻ പോലെയാണ് ഇരിക്കുന്നത്. അത് വേവിക്കുമ്പോൾ നല്ല പെരുവിതാണ്. ഞാൻ മുറിച്ചിട്ടങ്ങനെയാണ്. ഇത് RCMൻ്റെ സാധനമാണ്. RCM വാങ്ങിയതാണ് ഈ സാധനം. ഇത് മറ്റുള്ളിടത്തെല്ലാം റൗണ്ട് പോലത്തെ അല്ലേ, ഇതിങ്ങനത്തെയാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് ഉപ്പുമൊക്കെ ഇട്ട് തിളപ്പിച്ച് എടുത്തതാണിത്. അത് നമ്മൾ അതിന് വേണ്ടിയാണ് 2 സവാള, പിന്നെ എല്ലാം കൂടി സവാള നടുവറുത്തിട്ടിട്ട് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചേർത്ത് ആണ് ഇത് ഇപ്പം ഞാൻ വഴറ്റിയെടുക്കുന്നത്. വഴറ്റി വരുമ്പോൾ അതിന് വേണ്ടി തക്കാളി ഇടാൻ പോകുന്നത്. തക്കാളിയും പച്ചമുളകും കൂടി അതിലിടാൻ. ഇത് വഴറ്റി വരുമ്പോൾ നമ്മൾ ഈ സോയ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇതിന് ചേർക്കാനുള്ള മസാലപ്പൊടികളാണ് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, ഗരം മസാല എല്ലാം കൂടി ചേർത്ത പൊടിയാണ് ഇതെല്ലാം തട്ടിയതിന് ശേഷം ഇതിട്ട് വരട്ടിയെടുക്കാൻ കാണിച്ചു തരാം. ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. RCMൻ്റെ കടകൾ അവിടെ നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ സാധനം വാങ്ങണം. വേറെ ഒരു കിട്ടൂല, അവിടെ മാത്രമേ കിട്ടുള്ളൂ. അത് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. എല്ലാ മക്കളുമാരും എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഉള്ളി ഇതാ നല്ല വേണ്ട വല്ല ഞാൻ സോയക്കണ്ണിടേണേ. എന്നിട്ട് ഇത് നല്ല ഒന്നിട്ടായിട്ട് മസാല ചേർത്തിട്ട് നല്ല വറുത്തി. ഇത് വെള്ളമൊന്നും ചേർക്കില്ല. വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാല എന്തെങ്കിലും ഇത് അങ്ങനെയല്ല. ഞാൻ പ്രത്യേകമായിട്ട് ഇങ്ങനെ വറുത്തിയിടുന്നത്. നല്ല നമ്മൾ ഇറച്ചിയൊക്കെ നല്ല വറുത്തെടുക്കില്ല. അതുപോലെ അസലൊരു ഇറച്ചിക്കറി വെജിറ്റേറിയൻ ഇറച്ചി എന്ന് പറയാം ഇതിനെ. വെജിറ്റേറിയൻകാർ കഴിക്കാൻ അവർക്ക് മറ്റേ നോൺ വെജിറ്റേറിയൻ കഴിക്കൂലല്ലോ. അതിന് അങ്ങനെയുള്ളവർക്ക് ഇത് നല്ല വെജിറ്റേറിയൻ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഞാൻ ഇതിൽ കൂടി മസാലയും കൂടി ചേർക്കാൻ പോകുന്നത്. മറ്റേത് വേവിച്ച് വെച്ചിരുന്നതാണ്. ഈ എല്ലാ മസാലയും കൂടി ചേർത്തിട്ട് ഒന്നാക്കി കറക്റ്റാക്കി ഇനി ഇതിലേക്ക് ഇടുന്നത് മൂക്കണം. നല്ല മൂത്തതിന് ശേഷം നല്ല പെരണ്ട് നല്ല ഇതിൻ്റെ വെള്ളമെല്ലാം പോകുന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ചെയ്ത് നോക്കി കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. ചില ഉപ്പുകൂടി നമുക്ക് വേണ്ടി വരും. ചില ഉപ്പുപൊടി ചിക്കൻ കറി പോലെ ഇരിക്കും. നല്ല ടേസ്റ്റായിട്ട് ഞാൻ ഇത് തവിടെണ്ണ ഉപയോഗിച്ചാണ് ഞാനിത് വയ്ക്കണം. തവിടെണ്ണയും RCMലുള്ള സാധനമാണ്. തവിടെണ്ണയിലാണ് ഇത് ഞാൻ വയ്ക്കുന്നത്. തവിടെണ്ണ വെളിച്ചെണ്ണയിലല്ല. വെളിച്ചെണ്ണയിൽ വയ്ക്കാം. വെളിച്ചെണ്ണയിൽ വില കൂടുതലും, അതുകൊണ്ട് തവിടെണ്ണയിലാണ്. RCMൻ്റെ ഇത് എല്ലായിടത്തും ഉണ്ട്. ഇന്ത്യ ഒട്ടാകെയുള്ള സാധനമാണ് RCM. അത് എല്ലായിടത്തും കിട്ടൂല. ഇതുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചുണ്ട്. അവിടെ നിന്നാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഇത് കറി നമുക്ക് ചാറ് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് വറണ്ട് വന്നതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കറിയായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞങ്ങൾക്ക് കറി വേണ്ട. അവസാനം ഇതാ പച്ച മല്ലിയില അവസാനം ഇടണേ. അതും കൂടി ഇട്ടിട്ടാണ് മല്ലിയിലയും ഇട്ടു. പിന്നെ കുറച്ച് 5 മിനിറ്റ് ഇങ്ങനെ കിടന്നാൽ മതി. എല്ലാം ആയിക്കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനത്തെ സാധനം മറ്റേ സോയാബീനല്ല ഇത്. ഇങ്ങനത്തെ വാങ്ങിച്ച് വച്ച് കഴിച്ച് നോക്കണം കേട്ടോ. എല്ലാ മക്കളും എവിടെയെങ്കിലും RCM എന്നുള്ളൊരു ഇത് കാണുകയാണെങ്കിൽ അവിടെ ഇറങ്ങി ഇത് വാങ്ങിച്ച് ഇത് ചെയ്ത് നോക്കണം.